വർത്തമാനകാല ഇന്ത്യയിൽ നിങ്ങൾ മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചോ നിഷ്കളങ്കരെ എന്ന ഹതാശയുടെ ആഴത്തിൽ എം സ്വരാജ് ചോദിച്ചൊരു പൊള്ളിക്കുന്ന ചോദ്യം പിന്നെയും പലയിടങ്ങളിൽ വേദനയോടെ തറച്ചുവെങ്കിലും ആ ന്യായാസനത്തിന്റെ ആകാശത്തൊരു സൂര്യൻ, ഒരു നീതിയുടെ സൂര്യൻ പല കോടി പ്രഭയിൽ ആഞ്ഞു ജ്വലിച്ചൊരു ചരിത്ര ദിവസമാണ്. കൂട്ടബലാത്സംഗം ആയുധമാക്കപ്പെട്ട കെട്ടനാളുകളിൽ നരകവാതിലോളം പോയി മടങ്ങിയെത്തിയ ഒരു പെണ്ണിന്റെ പേര് രാജ്യത്തിന്റെ പോരാട്ട ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത ഒരു വജ്രമൂർച്ചയിൽ എഴുതപ്പെട്ടൊരു ദിവസമാണ് പേര് ബിൽക്കീസ് ബാനു. ആ ഉയിർപ്പ് കേവലം ഒരു പെണ്ണിന്റെ ഉയിർപ്പല്ല, അതില്ലാത്ത നീതിയിൽ നീറി ആറടി മണ്ണിൽ 100 പട്ടടകളിൽ എരിഞ്ഞുപോയ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ഉയിർപ്പാണ്, ഉശിരാണ്. അന്ന് ആ വംശഹത്യയുടെ മുടിഞ്ഞ നാളുകളിൽ വെറുപിടിച്ച പേപ്പട്ടികളെ പോലെ വന്ന വർഗീയ തെമ്മാടികൾ 3 വയസ്സുകാരി കുഞ്ഞിനെ തറയിലടിച്ചു കൊന്ന് കൂട്ടബലാത്സംഗത്തിനിരയാക്കി ചത്തുവന്ന് തള്ളിയിട്ട് പോയൊരു 19കാരിക്ക് ബോധം തെളിയുമ്പോൾ ചുറ്റുമങ്ങനെ ചോരവാർന്ന് കിടപ്പാണ്. ശവങ്ങൾ, ബന്ധുക്കൾ, അഭയാർത്ഥികൾ. ആ ശരീരത്തിന്റെ ഓരോ ഇഞ്ചിലും കോശങ്ങൾ ഓരോന്നും വേദനിച്ച് ഹൃദയം പൊടിഞ്ഞ് ഞരങ്ങി ഇഴഞ്ഞു തുടങ്ങിയ പോരാട്ടമാണ്. ആ വേട്ടക്കാർക്കൊപ്പം ഉപാധികളില്ലാതെ ഉളുപ്പില്ലാതെ പിന്തുണച്ച പോലീസിനെതിരെ, സർക്കാരിന്റെ സംവിധാനങ്ങൾക്കെതിരെ മുഖം മറച്ച് വിരണ്ടിരിക്കാതെ ഒറ്റയ്ക്കൊരു പോരാട്ടം. തെമ്മാടികളെ അഴിക്കുള്ളിലാക്കിയെങ്കിലും വീണ്ടും വീണു അശനിബാധം. അന്നൊരു ചെങ്കോട്ട പ്രസംഗത്തിൽ വി റെസ്പെക്ട്, വി എംപവർ നാരീശക്തി എന്ന് പ്രധാനമന്ത്രിയുടെ പ്രഘോഷണം നടക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് അതേ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് നെറുകേടിൽ അപരമതദ്വേഷത്തിന് ബലാത്സംഗം ആയുധമാക്കിയ അധമന്മാർക്ക് പാരിതോഷികം കണക്കെ പുറത്തേക്കാണ് വാതിൽ. ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ഇറങ്ങി വന്ന ഹൂളിഗൻ സംഘത്തിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ കണക്കെ ജണ്ടുമഹാരവുമായി കിട്ടിയ സ്വീകരണം രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലെ അസംബന്ധ കാഴ്ചകളിൽ അശ്ലീലത്തിന്റെ അങ്ങേയറ്റം. പിന്നീട് കണ്ടത് സമാനതകളില്ലാത്തൊരു യുദ്ധപ്രഖ്യാപനത്തിന്റെ വ്യവഹാരകാലമാണ്. അങ്ങേയറ്റം ഭ്രാന്ത് പിടിച്ചൊരാശയത്തെ എതിർത്ത് ഗുജറാത്ത് സർക്കാരിനോട് മുഖാമുഖം സമരസങ്ങളില്ലാതെ ബിൽക്കീസ് ബാനു തീർക്കുന്നുണ്ട് ഒരു മഹത്തായ പോരാട്ടത്തിന്റെ സമരമാതൃക. ആ പോരാട്ടത്തിന്റെ തീക്ഷ്ണഭൂമിയിൽ ദേഹമാസകലം മുറിപ്പാടുകളുമായി ആരോരുമില്ലാത്തൊരു പരമസാധുവിനെ കൈവിടാതെ ചേർത്ത് നിർത്തിയ സുഭാഷിണി അലിക്ക്, മഹുവ മൊയ്ത്രയ്ക്ക്, രേവതി ലോളിന് 100 പൂക്കൾ, 100 ഉമ്മകൾ. ആ പോരാട്ടങ്ങൾ തീരാത്തിടത്തോളം കാലം, ബിൽക്കീസ് ബാനുവിന് ശാശ്വതമായി കണ്ണീർ തോർച്ച ഉണ്ടാകാത്തിടത്തോളം കാലം, വീട്ടിൽ തനിച്ചായ ശ്വേതാ ഭട്ടിന്റെ ആദി അടങ്ങാത്തിടത്തോളം, രാധികാ വിമുലയുടെ, സാക്കിയ ജഫ്രിയുടെ, സാക്ഷി മാലിക്കിന്റെ, മണിപ്പൂരിൽ ചീന്തപ്പെട്ട പെണ്ണുങ്ങളുടെ നീറ്റലടങ്ങാത്തിടത്തോളം കാലം, ഭായിയോം ബഹനോം, നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണ ഗ്യാരണ്ടി ഗീർവാണങ്ങൾക്ക് 10 പൈസയുടെ വിലയില്ലാത്ത പടുവാക്കാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.